സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. ആ ധന്യനിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടെ കർത്തൃപാദത്തിൽ അരിപ്പാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ വിലയേറിയ അവസരത്തിനായി സകല മഹത്വവും പുകഴ്ചയും ഞാൻ കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഞാൻ പറയാനുള്ളതെങ്കിലും പാടി കേൾപ്പിച്ചത്. ദൈവവചന ജീവനും ശക്തിയുമാകയാൽ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൻ. അടുത്ത വാക്കാ ശ്രദ്ധിക്കേണ്ടത്. ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. അതിനെന്തോ ചെയ്യണം? കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഈ കേൾക്കുന്ന വാക്യങ്ങളൊക്കെ കാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കേട്ടത് കൊണ്ട് പ്രയോജനമില്ല. ഈ വേദപുസ്തകത്തിന്റെ മൊത്തത്തിലുള്ള പഠനമില്ലാതെ വരുമ്പോൾ ഈ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പല ആളുകളും വികലമാക്കി പോകുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് ഈ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ ആദ്യ ഭാഗം എടുത്തിട്ട് ഈ പുസ്തകം വായിക്കുന്നവനും അത് കേൾക്കുന്നവനും പ്രമാണിക്കുന്നവനും ഭാഗ്യവാന്മാർ. അതുകൊണ്ട് നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഇത് പ്രമാണിക്കുന്നുണ്ടെങ്കിലും ഭാഗ്യവാന്മാരാണ്. ഞാൻ അതിന് വിരുദ്ധമായിട്ടൊന്നും പറയുന്നില്ല. തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞെങ്കിലും 21-ാം അധ്യായത്തിലേക്ക് വരണം. 22-ാം അധ്യായത്തിലേക്ക്, വെളിപ്പാട് അവസാനം അവിടെ പറയാണ്, വായിച്ചുകൊണ്ടും ഗുണമില്ല, കേട്ടതൊന്നും പറയുന്നൊന്നുമില്ല, പ്രമാണിക്കുന്നവൻ മാത്രം ഭാഗ്യവാൻ. എങ്ങനുണ്ട്? ഇതാണ് ഈ അറ്റവും മുറിയെടുത്തുകൊണ്ട് പോയാലത്തെ കുഴപ്പം. നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രിയരീ, ഇത് വായിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഇത് കേട്ടോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, അത് പ്രമാണിച്ചോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ഇല്ല. ഇത് ഏതെടുത്താലും 30 രൂപ എന്ന് പറഞ്ഞ ഐറ്റം അല്ലിത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് വായിച്ച് കേട്ടിട്ട് അത് പ്രമാണിക്കുകയാണെങ്കിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന വാക്യം. അല്ലാതെ വായിച്ചത് കൊണ്ടോ കേട്ടത് കൊണ്ടോ മാത്രം. അതാ ഞാൻ പറഞ്ഞ, ഒരു വാക്യം വായിക്കുമ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ വായിച്ചിട്ട് കൺക്ലൂഷൻ വരാതെ നമ്മൾ ഒരു നിഗമനത്തിൽ എത്താൻ പാടില്ല. അതുകൊണ്ടാണ് ഒടുവിലത്തെ അധ്യായം വന്നപ്പോൾ ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തിനാ തുടക്കത്തിൽ ഓർപ്പിച്ച് ചോദിച്ചാൽ, നമ്മുടെ ക്ലാസ് 10-45 ഒക്കെ ആയിക്കാണ്. ക്ലാസിന്റെ എണ്ണമോ അതിന്റെ നമ്പറോ ഒന്നും നമുക്ക് വിഷയമല്ലേ. ഈ കേട്ട വചനത്തിൽ എത്രത്തോളം നമുക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. ക്ലാസ്സിനെ വിലയിരുത്തി അങ്ങനെ ആയിരിക്കണേ. ദയവായി ഇതിനകത്ത് എത്ര പുതിയ പോയിന്റ് കിട്ടും, എത്രത്തോളം പുതിയ ആശയങ്ങൾ കിട്ടും? നോ. 1,00,000 പുതിയ ആശയം കിട്ടിയാലും അതിൽ ഒന്നുപോലും ജീവിതത്തിൽ പകർത്തുന്നില്ലെങ്കിൽ 1,00,000 ആശയം കിട്ടിയിട്ട് എന്താ പ്രിയരെ കാര്യം? അതുകൊണ്ട് ഈ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊന്ന് തുടങ്ങി വെച്ചിരുന്നു, വിശദമായിട്ടൊന്നും തന്നെ ഞാൻ പറഞ്ഞില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ഒന്ന് പോകുമ്പോൾ നമ്മൾ ആ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുന്നില്ല, മറിച്ച് യോഹന്നാനെ കുറിച്ചൊരു ഗ്രാഹ്യം നമുക്കുണ്ടായി വേഗത്തിൽ നമ്മുടെ വിഷയത്തിലേക്ക് വരണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം പഠിക്കാൻ പോയാൽ അതിൻ്റെ ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കണം. അതുകൊണ്ട് അതിനുള്ള സമയ സാവകാശം ഇപ്പോൾ നമുക്കില്ല. ദൈവം അനുവദിച്ചാൽ പിന്നാലെ നമുക്കത് ചെയ്യാം എന്നുള്ളത് കൊണ്ട് ഈ സുവിശേഷം എഴുതിയ യോഹന്നാൻ എഴുതിയ സാഹചര്യം, യോഹന്നാന്റെ ക്യാരക്ടർ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നു. യെരുശലേമിന്റെ വടക്കൻ പ്രദേശമായ ഗലീലയിലെ ബെത്സൈദയിൽ
സെബദി എന്ന് പറയുന്ന ധനാഢ്യനായ മനുഷ്യന് 2 ആൺമക്കൾ. ഞാൻ ഒറ്റ സെന്റൻസിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യെരുശലേമിന്റെ വടക്കേ ഭാഗം ഇസ്രയേൽ, തെക്കേ ഭാഗം യഹൂദ. മറക്കരുത്, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി ആവർത്തിക്കാൻ പോലും. ആ വടക്കേ ഭാഗത്ത്, ഇസ്രയേലിന്റെ വടക്കൻ ഭാഗത്തുള്ള ഗലീല എന്ന ദേശത്തെ ബത്സേദയിൽ പാർക്കുന്ന സെബദി എന്ന ധനാഢ്യനായ ഒരു വമ്പൻ ബിസിനസ്സുകാരൻ. അദ്ദേഹത്തിന്റെ 2 ആൺമക്കൾ, പേര് യാക്കോബും യോഹന്നാനും. അത്ര നിങ്ങൾക്ക് ബോധ്യവുമായി ഞാൻ വിശ്വസിക്കുന്നു. ഈ സെബദി ഒരു വലിയ ബിസിനസ്സുകാരനെന്ന് ഞാൻ പറയുമ്പോൾ, ധാരാളം ഷിപ്പിംഗ് ബോട്ടുകൾ ഉള്ള ഒരു മനുഷ്യനാണ് സെബദി. ധാരാളം ഷിപ്പിംഗ് ബോട്ടുകൾ ഉള്ള ഒരു മനുഷ്യൻ. ആ ഷിപ്പിംഗ് ബോട്ടിലൊക്കെ ധാരാളം ജോലിക്കാരുമുണ്ട്. അന്നും ഇന്നും മത്സ്യസമ്പത്തുള്ള ഒരു സമുദ്രമാണ് ഗലീലക്കടൽ. മത്സ്യസമ്പത്തിന് ഒരു കുറവുമില്ലാത്തൊരു കടലാണ് ഗലീലക്കടൽ. മത്സ്യം പിടിച്ച് പ്രോസസ് ചെയ്ത് ഗലീലിൽ നിന്നും ജെറുസലേമിലേക്ക് കൊണ്ടു. ഇതൊക്കെ എന്തിനാ പറഞ്ഞത് നിങ്ങൾക്ക് തോന്നലുണ്ടാകും. ഇപ്പൊ ഒന്നും പിടികിട്ടില്ല, പിന്നെ പുസ്തകം വായിച്ചും പഠിച്ചും പോകുമ്പോൾ ഇതിനകത്തല്ല അത് പറഞ്ഞാൽ അന്നേരം മനസ്സിലാകും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. മീൻ പിടിച്ച് ഇപ്പൊ എവിടെ കൊണ്ട് വിറ്റാലും എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? കാശ് കിട്ടിയാൽ മതിയല്ലോ നമ്മൾ ഓർക്കുള്ളൂ. പക്ഷെ ഞാൻ ഈ പറഞ്ഞതിന് കാരണമുണ്ട്, അത് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഗലീലക്കടയിൽ നിന്നും ഈ മത്സ്യങ്ങളെ പിടിച്ച് അതിനെ പ്രോസസ് ചെയ്ത് ജെറുസലേമിൽ കൊണ്ടുവരും. അവിടെ നിന്നും റോമിന്റെ എല്ലാ ഇടങ്ങളിലേക്കും ഈ മത്സ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുക. അതുകൊണ്ട് തന്നെ വളരെ സാമ്പത്തികമായി ഉന്നതമായ നിലവാരത്തിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ് സെബദിയുടെ കുടുംബം. അത്ര നിങ്ങൾക്ക് ക്ലിയർ ആയി. യോഹന്നാന്റെ അപ്പനായ സെബദിയെ കുറിച്ച് നിങ്ങൾക്ക് അത്രത്തോളം പിടികിട്ടി. ഈ സെബദിയുടെ മക്കൾ യാക്കോബും യോഹന്നാൻ വളരെ എന്താ പറയുക, ചൊടിപ്പുള്ള, കുറെ കൂടെ പറഞ്ഞാൽ ഭയങ്കര ആവേശം, രക്തത്തിളപ്പമുള്ള 2 ആമ്പിള്ളേർ യാക്കോബും യോഹന്നാൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, റോമൻ ഗവൺമെന്റ് ഇവരെ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ വല്ല വിധേനെ ഒതുക്കിയേ മതിയാകും. അതിന് വഴി തേടി നടക്കുന്ന ഒരു കാലം. ഇവരെ എങ്ങനെ ഒതുക്കാം എന്നുള്ള ചിന്തയിൽ രൂപീകൃതമായ ഒരു സംഘടന പേരാണ് സെലസ് അഥവാ എരിവുകാർ എന്ന് വേദവസ്തു നമ്മൾ കാണും. എരിവുകാർ, അത് കാന്താരിമുളക് കടിച്ചവരെന്നുള്ള അർത്ഥത്തിലല്ല. അവർ വളരെ സെലസ് അല്ലെങ്കിൽ സീലക്ട് എന്ന് പറയും. വളരെ സെലസായി, ഊർജസ്വലതയോടെ എന്തു വന്നാലും. നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നൊക്കെ പറയലേ എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും തയ്യാറായി നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ സെലസ് അഥവാ എരിവുകാർ. പക്ഷെ അവരുദ്ദേശിക്കുന്ന കാര്യം നടക്കാത്തതിന്റെ കാരണം ഗലീല ഭരിക്കുന്നത് ഹേരോദാവ്. ഈ ഹേരോദാവിനെ പോലെ ക്രൂവലായ ഒരു മനുഷ്യൻ വേറെയില്ല. അപ്പൊ ഇവരെ എല്ലാ ആകമാനം എങ്ങനെ ഒതുക്കാം എന്ന് വഴി തേടി നടക്കുന്ന കൂട്ടരാണ് ആര്? എരിവുകാർ, സെലസ്. അന്നേരമാണ് സെബദി 2 ആമ്പിള്ളേര്, തീപ്പൊരി പിള്ളേർ 2. ന്യായമായിട്ടും ഈ 2 ചെറുപ്പക്കാരി പിള്ളേരും ആരുടെ കൈ ചെന്ന് പെടണമെന്നറിയാമോ? ഈ എരിവുകാരുടെ കൈ ചെന്ന് പെടേണ്ടവരാ. വളരെ ശ്രദ്ധയോടെ കേൾക്കണേ. അന്നത്തെ കാലഘട്ടത്തിലെ സാഹചര്യം അനുസരിച്ച് ഈ എരിവുകാരുടെ കൂട്ടത്തിൽ ചെന്ന് ചേരണം. അതാണ് ഇവരുടെ ക്യാരക്ടർ തന്നെ. ഒന്നിനും മടിയില്ലാത്ത 2 തീപ്പൊരി 2 ചെറുപ്പക്കാരി പിള്ളേർ. പക്ഷേ അങ്ങനെ തീപ്പൊരിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനേക്കാൾ തീപ്പൊരിയായ മറ്റൊരാളെ ഇവർ കണ്ടു.
സ്നാപക യോഹന്നാൻ. ആ അതിനേക്കാൾ തീപ്പൊരി പ്രസംഗം. കാരണം ഏലിയാവിന്റെ ആത്മാവോടെ വന്നവനാണെന്ന ചിന്ത കണ്ടോ. അത് ഒരു മയവും ഇല്ലാത്ത പ്രസംഗം. വിളിക്കില്ല സർപ്പസന്തതികളെ. ഇല്ലാതെ ബഹുമാന്യരെ, എന്നെ സ്നേഹിക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാരെന്നൊക്കെ ഇപ്പൊ നമ്മുടെ കവല ഒന്ന് പ്രസംഗിക്കുന്ന പോലെ അങ്ങനെയല്ലേ, എന്റെ സഹോദരി സഹോദരന്മാരെന്ന്. സഹോദരിയാന്ന് പറഞ്ഞ് ചെന്ന് നോക്കാം, അന്നേരം അറിയാം. 26-ാം തീയതിക്ക് ശേഷം ഞാൻ അന്ന് ഇവിടെ വന്നപ്പോൾ കണ്ട സഹോദരി എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഈ പ്രസംഗിച്ച പുള്ളി മൈൻഡ് ചെയ്യുമെന്ന് അപ്പോഴറിയാം. ആ വക അഭിസംബോധനൊന്നും യോഹന്നാൻ സ്നാപകനില്ല. യോഹന്നാൻ തീറുകയുള്ള പ്രസംഗമാണ്. സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിങ്ങൾ ഉപദേശിച്ചത് ആര്? മാനസാന്തര യോഗ്യമായ ഫലം കായ്ക്കും. കണ്ടാൽ തന്നെ ഒരു എൻറ്റയർലി ഡിഫറൻസ്. എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. കാരണം അപ്പനായ സെക്കരിയാവ് പുരോഹിതന്, ഈ യോഹന്നാന്റെ അപ്പനായ സ്നാപക യോഹന്നാന്റെ അപ്പൻ സെക്കരിയാവ് ആലയത്തിലെ പുരോഹിതനല്ലേ. നിലയങ്കിയും നീളക്കുപ്പായം ഏഫോദും മാർപ്പതക്കവും, ആ മാർപ്പതക്കത്തിൽ 12 വിധ രത്നങ്ങൾ, ചുമൽക്കണ്ടങ്ങൾ 6 വീതം. കണ്ടോ, തങ്കമുടി, വിശുദ്ധ മുടി, നെറ്റിമേൽ എഴുത്ത്, യഹോവയ്ക്ക് വിശുദ്ധം എഴുത്തുണ്ട്, കയ്യിൽ ധൂപകലശവും ഒക്കെ ആയിട്ട് നിൽക്കേണ്ട പുരോഹിതൻ. ആ പുരോഹിതന്റെ മകനാണ് യോഹന്നാൻ സ്നാപകൻ. പക്ഷേ പുള്ളിക്കാരന്റെ വേഷം കണ്ടോ, ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും, ഭക്ഷണം വെട്ടിക്കിളിയും തേനും. പുള്ളി ഒരു വീട്ടിലും പോയി കഞ്ഞി കുടിച്ചിട്ടില്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് മുഖത്ത് നോക്കി സർപ്പസന്ധികളിൽ വിളിക്കാൻ പറ്റും. പുള്ളി ഒരു വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചില്ല. കാരണം യോഹന്നാന്റെ മെനു ഒരു വീട്ടിലും ഒക്കുകയല്ല. സ്വോത്രം. നമ്മൾ ഈ ചെല്ലോത്തെല്ലാം കഴിച്ചേച്ച് അവിടുന്ന് കിട്ടുന്ന കൈമടക്കും മേടിച്ചുകൊണ്ട് പോകുന്ന കാരണം ഒന്നും വിടാൻ പറ്റുമല്ലോ നമുക്ക്. യോഹന്നാൻ അങ്ങനല്ല, അത് തീറുകയ്യാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? യോഹന്നാന്റെ പ്രസവവും ഈ എന്താ പറയാ വസ്ത്രധാരണം എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിൽക്കുന്നവൻ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും. ഒരെണ്ണം സ്തോത്രം പറഞ്ഞില്ല അതിന്. ഒരെണ്ണത്തിന്റെ ചുണ്ടുവാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ അതെ ആ മതി തലയാട്ടുകയും ചെയ്തില്ല, ഞാൻ അങ്ങനെ അങ്ങ് സന്തോഷിച്ചോളാം. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിലനിൽക്കുന്നവൻ എപ്പോഴും സമൂഹത്തിൽ വ്യത്യസ്തനായി നിലകൊള്ളും. അതിന്റെ കൂടെ കൂടുന്നവനല്ല, ഈ ലോകത്തിന് അനുരൂപമാകാതെ. കണ്ടോ, അവൻ വ്യത്യസ്തനായി മാറി നിൽക്കുക. പോട്ടെ, എനിക്ക് യോഹന്നാനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഈ യോഹന്നാനെ കുറിച്ചല്ല, നമുക്ക് മറ്റേ യോഹന്നാനെ കുറിച്ചാണ് സബ്ജക്റ്റ് എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ യോഹന്നാന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് നീക്കി അല്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഈ 2 പിള്ളേരും അപ്പുറത്ത് മറ്റോരുടെ കൂടെ ചെന്ന് ചേർന്നേൻ, അവര് പാർട്ടിയിൽ അംഗങ്ങളായ. പക്ഷേ സ്നാപക യോഹന്നാന്റെ പ്രസംഗം കേട്ട് ഇങ്ങനെ അതിലാകൃഷ്ടനായി, ഈ നമ്മുടെ ആശയത്തെക്കാൾ വ്യത്യസ്തനായി മറ്റൊരാശയം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടും. ആഹാ, അങ്ങനെയാണെങ്കിൽ റോമ ഗവൺമെന്റിന്റെ അല്ലാത്ത, ഹേരോദാവിനാൽ ഭരിക്കപ്പെടാത്ത ഒരു രാജ്യം വരാൻ പോകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യുദ്ധവും അടിപിടിയില്ലാതെ നമുക്ക് ആ രാജ്യത്തിൽ കയറുന്നതാണല്ലോ നല്ലത്. ചിന്താഗതിയോടുകൂടെ യാക്കോബ് യോഹന്നാനും കൂടെ എന്ത് ചെയ്തു? താങ്ക് യു സോ മച്ച്. അവർ രണ്ടുപേരും സ്വർഗരാജ്യം സമീപിക്കുക സന്ദേശം കേട്ട് യോഹന്നാന്റെ പുറകെ കൂടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോഹന്നാൻ യോർദാന് സ്നാനം കഴിപ്പിക്കും. ഒരുപാട് പേര് സ്നാനപ്പെടുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വരുന്നു. ആ വരവിനും ഒക്കെ ഒരു വ്യത്യാസം. ആളെ കണ്ടപ്പോൾ മുഖത്തൊരു പ്രത്യേക തേജസ്, എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രതാപശാലി. നടന്നു വരിക 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ. ഏതാനും നാള് മുമ്പ് വരെ ആശാരിപ്പണി ചെയ്തുകൊണ്ടിരുന്നവൻ 30 വയസ്സ് തികഞ്ഞപ്പോൾ യോർദാനിലേക്ക് യോഹന്നാന്റെ കൈക്കരി സ്നാനമേൽപ്പാൻ വരുന്നു. നസ്രായൻ, യഹോശുവ, നസറേൻ. യോഹന്നാൻ തലപൊക്കി നോക്കി. അടുത്ത് വന്നപ്പോ പറഞ്ഞു, ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുകയില്ല. അല്ല, നിന്നെ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യമായി. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്ക് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞ് യോഹന്നാന്റെ കൈക്കീഴിൽ
കർത്താവ് സ്നാനമേറ്റു. കയറിയ ഉടനെ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ ദേഹരൂപത്തിൽ അവന്റെ മേൽ ആവസിച്ചു. സോദരം, യാക്കോബ് യോഹന്നാനും അങ്ങനെയാണ് നസ്രായന്റെ പുറകെ കൂടിയത്. മനസ്സിലാകുന്നുണ്ടോ? സോദരം. ഇനി അവരെ തെരഞ്ഞെടുത്ത ഭാഗമൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. നമുക്ക് യോഹന്നാന്റെ ക്യാരക്ടറും മറ്റു കാര്യങ്ങളാണ് വിഷയം. സുവിശേഷം പഠിക്കുക എന്നുള്ളതല്ല ഇപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഇരിക്കെ യോഹന്നാൻ, യാക്കോബ് കർത്താവിനെ പിൻഗമിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് യോഹന്നാനെ കുറിച്ച് ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ സുവിശേഷം വായിക്കുമ്പോൾ ഉള്ള കാര്യം പിടികിട്ടുകയും കർത്താവിനെ പിൻപറ്റി പോകുമ്പോൾ യോഹന്നാന്റെ എന്താ പറയാ നിലപാടുകൾ എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം, ജോൺസ് ക്യാരക്ടർ, യോഹന്നാന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നൊന്നറിയണം. ഈ സ്വഭാവത്തിനൊക്കെ വലിയ പ്രാധാന്യം ദൈവം കൽപ്പിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവും കൽപ്പിക്കുന്നുണ്ട്. ഈ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും ഈ രക്ഷിക്കപ്പെട്ടുപോയവരാണല്ലോ, അല്ലെ? ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താ പറഞ്ഞു. രക്ഷിക്കപ്പെട്ടവരല്ല, രക്ഷിക്കപ്പെട്ടുപോയവരായതുകൊണ്ട് ഇടയ്ക്ക് പറഞ്ഞ വർത്താനം കിട്ടുന്നുണ്ടോ? എന്റെ പണ്ടത്തെ സ്വഭാവമായിരുന്നെങ്കിൽ. ഏതാ ഈ പണ്ടത്തെ സ്വഭാവം? എടാ ആത്മീയൻ എവിടാ പണ്ടത്തെ സ്വഭാവം എന്ന് പറഞ്ഞൊരു സ്വഭാവം ഉള്ളത്? യേശുവൻ സ്വന്തം ഹല്ലേലൂയ, എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോ, കണ്ടാലും സർവം പുതിയതാ, എനിക്കു പാട്ടു പ്രശംസയും ദൈവ കുഞ്ഞാടു തൻ കുരിശും, എനിക്കു പാട്ടു പ്രശംസയും ദൈവ കുഞ്ഞാടു തൻ കുരിശും. പഴയതെല്ലാം കഴിഞ്ഞുപോയി, കണ്ടാലും സർവം പുതിയതായി. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് പണ്ടത്തെ സ്വഭാവം എന്ന് പറയുന്ന ഒന്നില്ല. അതവൻ ഓർക്കാനും കഴിയില്ല. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുമ്പം തന്നെ ഉള്ളിലൊരു ഡിസ്കണ്ടന്റ്മെന്റ്, ഒരു അസംതൃപ്തി ഉണ്ടാകുന്നു. ഛേ, നാണക്കേട്, അത് എന്തുവാന്ന് ഞാൻ കാട്ടിക്കൂട്ടിയത്. ആ ഒരു ചിന്താഗതി. അല്ലാതെ നമ്മുടെ രക്ഷിക്കപ്പെട്ടതിന് മുമ്പുള്ള ചിലർ ഇതൊക്കെ വർണ്ണിക്കുന്നത് കേട്ടാ അയ്യോ സാക്ഷ്യം, അങ്ങനെയുള്ളവരെ സാക്ഷ്യം പറപ്പിക്കാനാ ഉപദേശിമാർക്കും ഇഷ്ടം. ഞാൻ അന്ന് അവിടെ പോയി അങ്ങനെ ചെയ്തു, ഞാൻ കള്ളു കുടിച്ച് ഓടെ ചെന്ന് വീണു, പിന്നെ അവിടെ ഞാൻ ആ വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കി, ഞാൻ പിടിച്ചടിച്ചു, അവന്റെ പല്ല് 2 താഴെ പോയി. അല്ല, അന്ന് നീ എവിടെ ആയിരുന്നു? അന്നത്തെ അവസ്ഥ ഓർക്കുന്നത് തന്നെ എന്തോ ഒരു അപാകതയാ. ചുമ്മാണോ സൈമൺ സാറ് പാടിയ പന്നികൾ തിന്നുന്ന തവിട് ഭുജിച്ച നിന്ദ്യമം കാലങ്ങൾ മറന്നുപോയി സാധു, മനവനെ തിരുമേശയിൽ നിന്നും സ്വനഗര ഭോജനം ഞാൻ തിന്നു വരുന്നെന്ന് കാരുണ്യപുരാക്കടലേ. കണ്ടോ? ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ പണ്ടത്തെ ആ കാലങ്ങളൊക്കെ ഓർക്കുകയും വർണ്ണിക്കുകയും ചെയ്യുന്നെങ്കിൽ, ഞാൻ കോട്ടയംകാരന് ആയതുകൊണ്ട് ആ രീതി പറയാം. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡ് തൊട്ട് ഫ്രണ്ടിലാണ് ആർക്കാഡി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ആർക്കാഡി, അതിന്റെ 13ാമത്തെ നിലയിൽ നിന്നാൽ കോട്ടയം സിറ്റി കംപ്ലീറ്റ് കാണും. ആ 13ാമത്തെ നില ഹോട്ടലാണ്. അത് കംപ്ലീറ്റ് ബുഫേ സിസ്റ്റം.
ബൊഫയാണ് ആ 13ാമത്തെ നിലയിൽ. ഞാൻ ആ ആർക്കാഡിയുടെ സ്ട്രക്ചർ പറയാനാട്ടോ, നിങ്ങൾ നിലയുടെ എണ്ണം നോക്കണ്ട, ഞാൻ വേറൊരു ആശയം പറയുന്നത്. അപ്പൊ അല്ലാതെ ഈ പുള്ളി കോട്ടയത്ത് പോയ ഉടനെ ആർക്കാഡിയെ കയറുകയാണെന്ന് ചിന്തിക്കരുത്. ഞാൻ ഉദാഹരണം പറയും. അത് മുഴുവൻ കാണാം. അത്ര ഉന്നതമായ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്ലേറ്റ് നിറച്ച് നമ്മൾ വേണ്ട ഫുഡെല്ലാം എടുത്തുകൊണ്ട് വന്ന് ആ വിൻഡോ സൈഡ് ഗ്ലാസിന്റെ സൈഡിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ചാണാക്കുഴിയാ കാണുന്നെങ്കിൽ, മഴ പെയ്ത് അളിഞ്ഞു വീഴക്കുന്ന ചാണക്കുഴി, മേലിരുന്നുകൊണ്ട് സ്പൂണെ കുത്തി തിന്ന് ചാണക്കുഴി നോക്കൊണ്ട് എങ്ങനെ തിന്നാൻ തോന്നും? അറപ്പല്ലേ തോന്നുന്നേ? ആണോ? നിങ്ങൾക്ക് അറപ്പൊന്നുമില്ല, നിങ്ങളുടെ മുഖത്തൊരു ഭാവവ്യത്യാസമൊന്നും ഇല്ലാത്ത. ഇതുപോലെയാണ് ഒരു ദൈവ പൈതലിന് കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈ ചാണകക്കുഴിയിലേക്ക് ദുർഗന്ധം വമിക്കുന്ന ചാണകക്കുഴിയിലേക്ക് നോക്കുന്ന അനുഭവമാണ്. ഇപ്പോഴോ അവൻ നമ്മെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. സ്തോത്രം. ആര് സ്തോത്രം പറയണം? ഇന്ന് രാത്രി ഒരു വിടുതലെന്ന് പറയാമെങ്കിൽ ഇരിക്കുന്ന കസേരയും മറിച്ചുകൊണ്ട് നിങ്ങൾ ഡൈനിങ് ടേബിളും മറിച്ചുകൊണ്ട് പോയേ. സ്തോത്രം. മനസ്സിലാകുന്നോ? അപ്പൊ ക്യാരക്ടർ ദൈവത്തിന്റെ വിഷയമാണെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലെ, വിഷയം വിട്ടു പോകുന്നില്ല. യോഹന്നാന്റെ ക്യാരക്ടർ, നമ്മുടെ ക്യാരക്ടറൊക്കെ സൂക്ഷിക്കണം. ആത്മീയന്റെ ക്യാരക്ടർ സൂക്ഷിക്കാൻ നല്ലതാണ്. ഓക്കെ, ഞാൻ മടങ്ങി വരുന്നു. അപ്പോൾ യോഹന്നാന്റെ സ്വഭാവ സവിശേഷം നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സ്നാപക യോഹന്നാൻ അല്ല, സെബദിയുടെ മകനായ യാക്കോബും യോഹന്നാന്റെ രണ്ടാം മക്കളിൽ യോഹന്നാൻ എന്ന വ്യക്തിയുടെ സ്വഭാവ സവിശേഷത ആണ് ഞാനിപ്പോ പറഞ്ഞേക്കുന്നത്. നമ്പർ 1, യോഹന്നാന്റെ ക്യാരക്ടറിന്റെ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാനിങ്ങ് പറയാം. പ്ലെയിൻറ്റീവ് ആൻഡ് അഫർമേറ്റീവ്. എന്തുവാ പ്ലെയിൻറ്റീവ് എന്ന് പറഞ്ഞാൽ? PLAINTIV. പ്ലെയിൻറ്റീവ് എന്ന് പറഞ്ഞാൽ അധികം സംസാരിക്കാത്ത, ഇങ്ങനെ ചളികളെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്നവർ, എന്തോ പ്രശ്നം വന്നാൽ ഒരിളക്കവും ഇല്ലാത്ത. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉടമയായിരുന്നു യോഹന്നാൻ. പ്ലെയിൻറ്റീവ്, അധികം സംസാരമൊന്നുമില്ല. സംസാരിക്കും, ചുമ്മാതെ തെരുവിൽ എങ്ങനെ വാചപ്പുന്ന ഒരു രീതി യോഹന്നാനില്ല. സ്തോത്രം. ഞാൻ സാധാരണ വിവാഹ ശിശുവിലൊക്കെ പറഞ്ഞൊരു ഉദാഹരണം ഇവിടെയും പ്രയോജനപ്പെടും എന്നുള്ളത് ഞാൻ പറയാം. തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു, കേൾപ്പാൻ വേഗതയും പറയാൻ താമസവും. കേൾപ്പാൻ വേഗത വേണം, ഒരുപാട് കേൾക്കണം, പറയുന്നത് കുറച്ച് മതി. ഞാൻ ഈ കല്യാണം നടത്തുമ്പോൾ സാധാരണ പറയണ, അതുകൊണ്ടായി 2 ചെവി 1 നാക്കും തന്നു. 2 നാക്ക് 1 ചെവി അല്ല. ചിലടത്ത് ചെന്ന അങ്ങനെ തോന്നും, 2 നാക്കല്ല, ഞാൻ പിന്നെ 2 ഇല നിർത്തുക. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? 2 ചെവി എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നതിന് ഡബിൾ ആണ് കേൾവി. മനസ്സിലാകുന്നു? സ്തോത്രം. ആത്മീയൻ അങ്ങനെ ആയിരിക്കണേ. ഒരു കാര്യം കേട്ട് യാഥാർത്ഥ്യമെന്നറിയാതെ ചുമ്മാ അത് സംസാരിക്കാൻ പോകരുത്. ചിലരങ്ങനെ എന്ത് കാര്യം പറഞ്ഞാലും പുള്ളിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളിൽ, ഏത് വിഷയം പറഞ്ഞാലും പുള്ളി അന്തർദേശീയ UN കാര്യങ്ങളൊക്കെയാ പുള്ളി പറഞ്ഞു. UN എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം പോലും അറിയാൻ മേലെങ്കിലും ഡയലോഗ് അടിക്കുന്നതിൽ ഒരു കുറവും കാണുകയില്ല. അല്ലേ? ഭാവിക്കേണ്ടത് മീതെ ഭാവിച്ചു വരിക എന്നൊക്കെ പറഞ്ഞില്ലേ? നോ, അതൊരു ആത്മീയൻ ചേർന്നതല്ല. ഒരാളിങ്ങനെ പുള്ളി എന്ത് ചോദിച്ചാലും പുള്ളി എല്ലാ അഭിപ്രായം പറയുക. ഈ സംസാരിച്ച കക്ഷി നല്ല വായനാശീലമുള്ള മനുഷ്യനായിരുന്നു. അപ്പൊ ഈ മറ്റേ പുള്ളി ഒന്നും അറിയാതെ ചുമ്മാ ഡയലോഗ് അടിക്കുന്നത് മനസ്സിലുണ്ട്. ഇദ്ദേഹം ചോദിച്ചു, ആട്ടെ സ്നേഹിത, ഡിക്ഷണറി വായിച്ചിട്ടുണ്ടോ? ഉടനെ മറ്റേ പുള്ളി പറയും, ഉണ്ടോന്ന്. എത്ര തവണ വായിച്ചെന്നറിയോ? അതിന്റെ ഒടുവിലത്തെ ഭാഗം വരുമ്പോൾ ഏത് മനുഷ്യന്റെ ഹൃദയം തകർന്നു പോകുന്നു. ഡിക്ഷണറി വായിച്ചാലേ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഏത് മനുഷ്യന്റെ ഹൃദയം തകർന്നു പോകുന്നു. ഇവനെ എന്തോ ചെയ്യണമെന്ന് നിങ്ങൾ പറ. കണ്ടോ? അപ്പൊ ആ ഡിക്ഷണറി എന്ന് പറഞ്ഞ സാധനം എന്താന്ന് പോലും അറിയത്തില്ല, ചുമ്മാ കയറി അഭിപ്രായം പറയുക. യോഹന്നാൻ അങ്ങനെയല്ല. ഹി വാസ് സോ പ്ലെയിൻറ്റീവ് എന്ന് പറഞ്ഞാൽ അധികം സംസാരിക്കുന്ന ആളല്ല. ബട്ട് അഫർമേറ്റീവ്, പാറവെള്ള ഉറച്ചു നിൽക്കുന്ന
ചങ്കുറ്റമുള്ളവൻ. ഒറ്റ തെളിവ് പറയുന്നത് നിങ്ങൾക്ക് പിടി കിട്ടും ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ശരിയാണല്ലെന്നും. കർത്താവിന്റെ ക്രൂശീകരണം നടക്കുക. ആ ക്രൂശിന്റെ ചുവട്ടിൽ എത്ര ശിഷ്യന്മാരുണ്ട്? ഒരെണ്ണമില്ല. എല്ലാം ചെതറിപ്പോയപ്പോഴും യോഹന്നാൻ ക്രൂശിന്റെ ചുവട്ടിൽ പാറ പോലെ ഉറച്ചു നിൽക്കുക. ശരിയാണോ ഞാൻ പറഞ്ഞത്? സ്തോത്രം. ബാക്കിയുള്ള എല്ലാം പോയി. പത്രോസ് പറഞ്ഞ ഞാൻ നിന്നെ വിട്ടെങ്ങും പോവുകയെന്ന് പറഞ്ഞു. ആ എന്നോട് മരിക്കാൻ ഞാൻ റെഡിയാന്നൊക്കെ പറഞ്ഞു. പുള്ളിയാണ് ആദ്യം ഓടിയത്. സ്തോത്രം. എന്ത് വന്നാലും ഞാൻ കൂടെ എന്ന് പറഞ്ഞവനായിരിക്കും ആദ്യം കാലുവാരി ചിന്തിച്ചുകൊണ്ടേ നിൽക്കാവൂ. അത് പറയുമ്പോൾ പകുതി മാറ്റിക്കാണ് ഇത് കുറച്ചുകൂടെ ഉള്ളു നമ്മളെ വീഴിക്കാൻ. അന്നേരം നമ്മളോട് ഈ പറഞ്ഞു ഒന്നും പേടിക്കണം ഞാൻ കൂടെ ഉണ്ടെന്ന്. മനസ്സിലായോ? യോഹന്നാൻ അങ്ങനെയല്ലായിരുന്നു. താൻ അധികം ഇങ്ങനെ ഈ പുള്ളി ചെയ്യാൻ പോകുന്ന കാര്യമൊന്നും പറയത്തൊന്നുമില്ല, പ്രവർത്തിച്ച് കാണിക്കൊണ്ടായിരുന്നു യോഹന്നാൻ. നിങ്ങൾ പേഴ്സണലായിട്ട് യോഹന്നാന്റെ ആ ലൈഫ്, പേഴ്സണൽ ലൈഫ് ഒക്കെ ഒന്ന് പഠിച്ചു നോക്കണം. അവിടെയൊക്കെയാണ് നമ്മുടെ അതുകൊണ്ടാ പറഞ്ഞത് അപ്പോസ്തലൻ പൗലോസൊക്കെ നിങ്ങൾ ഞങ്ങളെ അനുകാരികളാകാനൊക്കെ പറയാൻ കാരണം. അല്ല അവര് ദിവ്യത്വമുള്ളവരായിട്ടൊന്നുമല്ല. കർത്താവിന്റെ കൂടെ 3 വർഷം നടന്നോളില്ല. 3.5 വർഷം കൊണ്ട് എന്തുമാത്രം അവർ പാറ്റേൺ ആക്കാമോ അതെല്ലാം അഡോപ്റ്റ് ചെയ്തതിനു ശേഷമാണ് അവർ ഫീൽഡിൽ നിൽക്കുന്നത്. സ്തോത്രം. ഞാൻ മടങ്ങി വരുന്നു. അപ്പോൾ സകലരും പോയിട്ടും പോകാതെ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന കക്ഷി യോഹന്നാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ഓടിപ്പോയി. നീ ആ കൂട്ടത്തിലുള്ളതെന്ന് ചോദിക്കുമ്പോൾ അല്ലാന്ന് പറഞ്ഞ ചെല്ല ഓടുക. പത്രോസൊക്കെ ആണെങ്കിൽ തള്ളി പറയുക മാത്രമല്ല ആണയിടിയാൻ പ്രാകാനും തുടങ്ങി. ഈ നശിച്ചവൻ കാരണം ഞങ്ങൾക്ക് സ്വസ്ഥതയില്ലോ എന്നൊക്കെയാ പത്രോസ് പറഞ്ഞു. ആ പ്രാഗ്യെന്നല്ലേ? പ്രാഗിത് എങ്ങനെയാ? ഓ അവൻ നന്നായി വരും കേട്ടോ, അങ്ങനെയാണോ പ്രാഗുന്നത്? അല്ല, അല്ലല്ലോ. അപ്പൊ ഏതൊക്കെ വാക്ക് ഉപയോഗിച്ചാണ് നിങ്ങൾ ഊഹിച്ചു. പക്ഷെ ആ പ്രതിസന്ധി നടുവിലും യോഹന്നാൻ ക്രൂശിന്റെ ചുവട്ടിലുണ്ട്. സ്തോത്രം. ആ എന്താ ക്യാരക്ടറാ പ്രിയരത്. അതിന്റെ സന്തോഷം ഞാൻ പറയാം. അതുകൊണ്ട് ദൈവസഭയുടെ ഭാവി കാര്യം ക്രൂശിന്റെ ചുവട്ടിൽ നിന്നവനോട് മാത്രമേ പറഞ്ഞു. 1 മുതൽ 2 എടുത്തി അന്ന് പത്രോസിനോടൊക്കെ വെളിപ്പാട് പുസ്തകത്തിലെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഏത് രൂപത്തിലായെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. പ്രൈസ് ദ ലോർഡ്. ദൈവസഭയുടെ ഭാവി പ്രത്യാശ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും കൃത്യമായി ദൈവസഭയുടെ ഭാവിയിലെ മുഴുവൻ പദ്ധതികളും നിത്യതയുള്ള മുഴുവൻ കാര്യങ്ങൾ വെളിപ്പെടുത്തത് യോഹന്നാന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. പൗലോസിനൊന്നും വെളിപ്പെട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ വെളിപ്പാട് ഉദ്ദേശങ്ങൾ പറഞ്ഞത് മാത്രം. കണ്ടോ, അത് മുഴുവനും യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് മുഴുവൻ കാണിച്ചു കൊടുത്തത് യോഹന്നാൻ. ഞാനൊരു കാര്യം പറയാം. ഈ വെളിപ്പാട് ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് ഉണ്ടാകുന്നത്. ശരിയായ വെളിപ്പാടിന്റെ കാര്യം ഞാൻ പറഞ്ഞോ. നമുക്ക് വെളിപ്പാടെന്ന് പറഞ്ഞാൽ ആരാണ്ട് അതിരിങ്കെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു അല്ലേ? 3 ചെമ്പരത്തിപ്പൂ, ഒരു ചാരു, 2-3 വെള്ളി രൂപയും ഒരു ചുവന്ന ചരടും കണ്ടു, തീർന്നു. ഉടനെ പിന്നെ 40 തീരുമാനിക്കുന്നു. ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കാണണം, അങ്ങനെ ഒരു ഊഹിക്കാനും പ്രാർത്ഥിക്കാനും ഇരിക്കുമല്ലോ. നമ്മൾ തന്നെ 2 ചാർട്ട് കൊണ്ട് ഇട്ടാലും വേണ്ടില്ല, കാരണം അല്ലാതെ വരികയല്ലോ. സ്തോത്രം. അങ്ങനെ ആരും ചെയ്യരുതേ. അല്ലെ നിങ്ങൾ നാളെ മുതലിനി പുള്ളി ക്ലാസ്സിനകത്ത് പറഞ്ഞു നമ്മൾ തന്നെ ചാറ് കൊണ്ടിട്ടേച്ച് ഉപവാസപ്രാർത്ഥന വെക്കണം പറഞ്ഞെന്നും പറഞ്ഞ് ഞാനിപ്പോ പറഞ്ഞ മാത്രം കട്ട് ചെയ്തിടുകയും ചെയ്തേക്കരുത്. സ്തോത്രം. ഈ സോഷ്യൽ മീഡിയ ആണ്ട് നമ്മൾ അതും കൂടെ സൂക്ഷിക്കണമല്ലോ, ഇല്ലേ? സ്തോത്രം. ഞാൻ പറഞ്ഞേക്ക് മനസ്സിലാകുന്നുണ്ടോ? ക്രൂശിന്റെ ചുവട്ടിൽ നിന്നവനാണ് ശരിയായ വെളിപ്പാടുണ്ടായത്. അതിനർത്ഥം ശരിയായ വെളിപ്പാട് ക്രൂശിന്റെ വെളിപ്പാടാണ്, കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം ഉണ്ടാകാം. യോഹന്നാൻ ആദ്യ യേശുക്രിസ്തുവിനെ കണ്ടതിന് ശേഷമാണ് 22 അധ്യായത്തിലെയും വെളിപ്പാട് താൻ എഴുതിയത്. സ്തോത്രം. അത് മാത്രമല്ല, അന്ന് ആ കർത്താവിനെ ഉള്ളതുപോലെ കണ്ട് അന്ന് യോഹന്നാനും താഴെ പോവുകയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോ സമയം കിട്ടിയാലും മാറിൽ ചാരിയെ ഇരിക്കുള്ളായിരുന്നു യോഹന്നാൻ. വേറെ ആർക്കുമല്ലോ, പുള്ളിക്ക് ഞാൻ നെഞ്ചത്ത് ചാരിയിരിക്കണം, അതായിരുന്നു. ആ മാറിൽ ചാരിയവന്റെ ഒറിജിനലായിട്ട് കണ്ടപ്പോ യോഹന്നാൻ തറയെ പോയത്. കറുത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായിരുന്നു. അതെന്താ അങ്ങനെ?
ഏഴു പൊന്നില വിളക്കുകളുള്ളിൽ നിലയാങ്കി ധരിച്ചും 7 നക്ഷത്രം വലം കൈയിലും മാർവിൽ പൊൻകച്ച പൂണ്ടും വായിലിരുമുന വാളും അഗ്നിജ്വാല പോലെ കണ്ണുമുള്ള മാനവ മകനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. കാലുകൾ ഉലയിൽ കാച്ചി പഴുപ്പിച്ച നല്ല പിച്ചളക്കൊത്തതും ചേലോടു മുഖഭാവമാദിത്യൻ ശക്തിയോട് പ്രകാശിക്കും പോലെയും തലമുടി ധവളപ്പഞ്ഞി പോലെയും ഇരിക്കുന്ന ദൈവപുത്രനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. കണ്ടോ? സ്വോത്രം. ഈ കൽപ്പാത്തി, പാലക്കാട് കൽപ്പാത്തി എന്ന് പറഞ്ഞ സ്ഥലത്തെ ബ്രാഹ്മിൻസ് മാത്രം താമസിക്കുന്ന ഒരു കോളനിയാണ്. അവിടുന്ന് രക്ഷിക്കപ്പെട്ട ഒരു പട്ടര് പയ്യൻ എഴുതിയ പാട്ടിന്റെ വരികളാണ് ഞാൻ ഈ പാടിയത്. കണ്ടോ? ഒരു ബ്രാഹ്മൺ രക്ഷിക്കപ്പെട്ടപ്പോ കിട്ടിയ പാട്ടിന്റെ ഗുണം കണ്ടോ? പക്ഷെ നമുക്കുണ്ട് പാട്ട്. എന്നാ ഇപ്പൊ പറയേണ്ടത്, എന്നാ ഇപ്പൊ ചെയ്യേണ്ടത്, എനിക്കൊന്നും പറയാൻ മേല്, നിങ്ങൾ എന്റെ നടുവ് തിരുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ പാട്ട്. കണ്ടോ? ഒരു ബ്രാഹ്മൺ ഒറിജിനൽ വെളിപ്പാടുണ്ടായപ്പോൾ അവൻ എഴുതി വെച്ച പാട്ടിന്റെ ശ്രേഷ്ഠത നിങ്ങൾ കണ്ടോ? വലിയ വെള്ളത്തിൽ നിരച്ചിൽ കൊത്തതും ശവകല്ലറയിൽ നിന്ന് വെളിയെ മരിച്ചൊരുയർത്തു വരുവാനായി തക്ക വല്ലഭമുള്ളതും എളിയ ജനം ചെവിക്കൊള്ളുവതുമായ വലിയ ഗംഭീര ശബ്ദവുമുള്ളോനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുക. പക്ഷേ എന്റെ സന്തോഷം കൊണ്ട് ഞാൻ അത്ര പാടിയത്. അങ്ങനെയും 2 പാട്ട് കിടക്കട്ടെ. സ്വോത്രം. യോഹന്നാന്റെ ക്യാരക്ടർ കണ്ടോ? സ്വഭാവ സവിശേഷത കണ്ടോ? താൻ ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ബ്ലാ 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 എന്ന് പറയുന്ന ആളല്ല, പക്ഷേ നിലപാടുള്ളവനും ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കാൻ തന്റെ ഇടമുള്ളവനും അതായിരുന്നു യോഹന്നാൻ. സ്തോത്രം. രണ്ടാമത്തെ കാര്യം യോഹന്നാനെ കുറിച്ച് എന്താ? കസ്റ്റോഡിയൻ ഓഫ് മേരി എന്ന. മറിയുടെ കസ്റ്റോഡിയൻ ഇപ്പം യോഹന്നാന്. നിങ്ങൾക്കറിയാമോ, കർത്താവ് തന്റെ ശിഷ്യന്മാരെ കുറിച്ച് നല്ല ധാരണയുള്ള വ്യക്തിയാണ്. കർത്താവിനറിയാം താമസമിന തന്റെ സഹോദര യാക്കോബ് കൊല്ലപ്പെടും, യൂദയും കൊല്ലപ്പെടും, ശിഷ്യന്മാർ വൃന്ദങ്ങളിൽ പലരും കൊല്ലപ്പെടും. ഉണ്ട് അവരുടെ കയ്യിൽ അമ്മയെ ഏൽപ്പിച്ചാൽ ശരിയാവുകയല്ല. യോഹന്നാന്റെ കൊടുത്താൽ നന്നായിട്ട് നോക്കുമെന്ന് കർത്താവിന് ഒരു ഉറപ്പുണ്ട്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ക്രൂശിക്കുന്നത് പറയും. യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ. അമ്മയോട് പറഞ്ഞിതേ നിന്റെ മകൻ. സ്തോത്രം. സ്ത്രീയെ ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ. അവിടെ സ്ത്രീ എന്ന് വിളിച്ചിരുന്നപ്പോ ഞാൻ മറിയെ കയറി സ്ത്രീ എന്നൊന്നും വിളിക്കരുത്. ഞാൻ ദൈവം അടുത്ത ക്ലാസ്സിൽ എനിക്ക് കുറച്ചേറെ മറിയെ കുറിച്ച് പറയാനുണ്ട്. പെന്തക്കോസ്തുകാർ മുഴുവൻ ആത്മാവിൽ നിറഞ്ഞ് മറിയെ കുറിച്ച് പറയുന്നത് കേട്ടാൽ നല്ല തെരണ്ടിവാലിന് അടി കൊടുക്കണം തോന്നിപ്പോകും ചിലപ്പോൾ. എന്തോ അറിഞ്ഞിട്ടാ? മറിയുടെ ശ്രേഷ്ഠത വല്ല നിങ്ങൾക്ക് അറിയാമോ? ഞാൻ അമ്മ മാതാവിന്റെ കാര്യമല്ല പറഞ്ഞ, മറിയുടെ കാര്യം. കർത്താവിന് ജന്മം കൊടുത്ത മറിയുടെ കാര്യം പറഞ്ഞു. അർഹമായ സ്ഥാനവും അർഹമായ പരിഗണനയും അർഹമായ ബഹുമാനവും കൊടുക്കണം. ആരാധനയല്ല ഞാൻ പറഞ്ഞു, തെറ്റിദ്ധരിക്കരുത്. അല്ല ഇനി ക്ലാസ് തീർന്ന ഉടനെ കമന്റിന്റെ തെറിയായിരിക്കും ഞാൻ മറിയെ കുറിച്ച് വേറെ ആണ്ട് പറഞ്ഞു. അല്ലല്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അറിയണം, ശിഷ്യന്മാർക്കെല്ലാം 3.5 വർഷം കൂടെ നടന്ന സ്നാനപ്പെട്ട് കരേറി വന്നപ്പോൾ മുതലുള്ള യേശു ക്രിസ്തുവിനെ ശിഷ്യന്മാർക്ക് അറിയത്തുള്ളൂ. ഉള്ളിൽ ഉരുവാകുന്ന നാൾ മുതൽ ഈ 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് മുമ്പുള്ള 30 വർഷത്തെ ചരിത്രം മുഴുവൻ എന്തെങ്കിലും അറിയാമെങ്കിൽ അത് അറിയാവുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അത് മറിയ. മനസ്സിലാകുന്നുണ്ടോ?
ഞാൻ മറിയയ്ക്ക് വളരെ ബഹുമാനവും ആദരവും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ചില്ലറ കാര്യമൊന്നുമല്ല. സ്തോത്രം. അതുകൊണ്ട് എന്റെ മുറിക്കകത്ത് മറിയുടെ രൂപവും അതിന്റെ മുമ്പിൽ മെഴുതിലൊന്നും ഞാൻ കത്തിച്ച് വെച്ചിട്ടൊന്നുമില്ല. പാസ് ഇന്നലെ വന്നപ്പോ എന്റെ മുറി കയറി നോക്കിയായിരുന്നു ഞാൻ എവിടെ ഇരുന്നേ ക്ലാസ് ചെയ്യുന്നതെന്നറിയാം. രൂപമൊന്നും കണ്ടില്ലല്ലോ, അതുകൊണ്ട് സമാധാനത്തോടെ ഇരിക്കും. ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലാകുന്നുണ്ടോ? മാതൃക കാണിച്ചു തരിക. മാതൃക. ഒരമ്മയോട് എങ്ങനെ ഇടപെടണം, അമ്മയോട് എങ്ങനെ സംസാരിക്കണം. ക്രൂശിൽ പ്രാണം പോകുമ്പോഴും അമ്മയെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ ജോലി തിരക്ക് കാരണം വിളിക്കാൻ പോലും പറ്റുന്നില്ല. എടാ, ക്രൂശെ കിടക്കുന്നവര് പറ്റുന്നുണ്ടല്ലോ അമ്മയുടെ കാര്യം നോക്കാൻ. അമ്മമാര് ഏറ്റവും കുറച്ച് ഫോണിൽ സംസാരിക്കുന്ന അമ്മമാര് വിളിക്കുമ്പോഴല്ലേ. എന്തുകൊണ്ടും അതെ, ഞാൻ തിരക്കില്ല, വേറെ കാര്യമൊന്നുമില്ലോ. അതെ, പിന്നെ എന്താന്ന് വെച്ചാ പറ. അയ്യോ, ശബ്ദം ഒന്ന് കേൾക്കാനുള്ള സന്തോഷത്തോടും താല്പര്യത്തോടും ഒക്കെ വിളിക്കുമ്പോ നമ്മളിവിടെ ആകെപ്പാടെ ഈച്ചപ്പുലി പോലെ നിൽക്കുക. എനിക്കിവിടെ നിങ്ങൾക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ മതി, എനിക്ക് അറിയത്തോടുത്ത ബുദ്ധിമുട്ട്. എന്നുവെച്ചാൽ ഞായറാഴ്ച വന്ന ആത്മാവിൽ ഒരു നിറയിലും റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ് അല്ലേ. ഇതാണ് തണുത്ത വെള്ളം കുടിച്ചപ്പോൾ ഒരു ഇടപാടും ഒക്കെ. എന്തിനാണോ വൈകി പുറംപൂച്ചല്ല. സ്വോത്രം. സ്വോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാതാപിതാക്കളെ ടേക്ക് കെയർ ചെയ്തതുപോലെ വേറെ ആരും ചെയ്തിട്ടില്ല. സ്വോത്രം. മനസ്സിലാകുന്നുണ്ടോ? കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയത്തില്ലെന്ന് പറഞ്ഞ പോലെ പിന്നീട് ഇരുന്ന് നഷ്ടബോധം തോന്നിട്ട് കാര്യമില്ല. അവർ ജീവനോടെ ഇരിക്കുമ്പോൾ പറ്റുമെങ്കിൽ നമ്മുടെ ടൈമിലെ നല്ലൊരു പങ്കും അവരോടൊപ്പം ചെലവഴിക്കണം. യോഹന്നാന്റെ സുവിശേഷം തന്നെ. ഇത് കേട്ടാച്ച് ബാക്കി അറിഞ്ഞാൽ മതി. കാര്യം വെളിപ്പാട് ദിവസം എഴുതാൻ പോകുന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇത് കേട്ടെ. മനസ്സിലാകുന്നോ? മാതാപിതാക്കളെ ടേക്ക് കെയർ ചെയ്യാനും അവരോടൊപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കാനും അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയാനും അവര് പറയുന്നത് ഒരു പക്ഷേ ഇന്നത്തെ സമകാലിക സ്ഥിതിവിശേഷവുമായിട്ട് യോജിച്ചു പോകുന്ന അല്ലെങ്കിൽ ശാന്തമായിട്ടൊന്ന് കേൾക്കാനും ഒക്കെ ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. അയ്യോ, ചിലരുടെ സ്നേഹപ്രകടനം കാണും. ജീവിച്ചിരിക്കുമ്പോൾ ഒരു സ്നേഹവും കാണിക്കുക. മൊബൈൽ മോർച്ചറി വീട്ടിൽ വന്നു കഴിയുമ്പോഴാ സ്നേഹപ്രകടനം മുഴുവൻ. അതും വല്ലവരുടെ മോർച്ചറി, മൊബൈൽ മോർച്ചറി. ചിലര് ഗൾഫിൽ നിന്ന് ടിക്കറ്റ് ഒട്ടിഞ്ഞു പോയി മൊബൈൽ മോർച്ചറി തുടക്കാൻ വേണ്ടി മാത്രം അവിടുന്ന് തോർത്തും മേടിച്ചുകൊണ്ടാകും. ജീവിച്ചിരുന്നപ്പം അമ്മയുടെ മുഖം തുടക്കിയോ കൈയൊന്ന് കഴുകി കൊടുക്കുക ഒന്നും ചെയ്യാത്ത കക്ഷിയും വന്നുണ്ടല്ലോ. രണ്ടുപേരും ഈ ലൈവും കൂടെ ഉണ്ടാ തീർന്നു, പിന്നെ ഇരിക്കുകയല്ല അല്ലേ. നിന്നങ്ങ് തുടക്കുക. ആ മൊബൈൽ മോർച്ച ഉടമസ്ഥൻ അവിടെ നോക്കി ചിരിക്കുക. ഇവളെ എന്റെ മൊബൈൽ മോർച്ച തുടക്കാൻ ഇവള് ഗൾഫിൽ നിന്ന് വന്നല്ലോ എന്ന് ഓർക്കും അല്ലേ. ഈ സ്പ്രേ ഒക്കെ അടിക്കുന്ന കണ്ടാൽ തേയിലത്തോട്ടത്തിൽ മരുന്നടിക്കുന്ന പോലെ അടിച്ചു കൊടുക്കും. ശകലമൊന്നുമല്ല, അങ്ങ് അടിച്ച് മൊത്തം 2% അത് മുഴുവൻ തീർന്ന് അതുപോലെ പിടിക്കുന്നത്. ജീവിച്ചിരുന്നപ്പോ അമ്മച്ചിയെ ഒരു സ്പ്രേ കാണിച്ചായിരുന്നോ? ഇല്ല. അലമ റേച്ച് മേലത്തെ തട്ട വെച്ചു. പിന്നെ അമ്മച്ചിക്ക് ഇപ്പൊ സ്പ്രേ അടിച്ചിട്ട് അങ്ങോട്ട് പോകാനായിട്ടാ. ജീവനോടെ ഇരുന്നപ്പം ആ സ്പ്രേ അടിച്ചു കൊടുത്തെങ്കിൽ ആ റൂമില് എന്താ പറയാ വല്ലാത്ത ആ മണവും മരുന്നിന്റെ സ്മെല്ലും ആ യൂറിനൊക്കെ പോകുന്ന സ്മെല്ലിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അന്ന് അടിച്ചില്ല. ഒരുക്കി കൊണ്ട് കടത്തി കഴിയുമ്പോ പിന്നെ അവള് മാത്രമേ അടിക്കുള്ളൂ സ്പ്രേ. നിങ്ങൾ അടുത്ത ആഴ്ച വെള്ളിയാഴ്ച ക്ലാസ്സിന് കാണുമോ? സ്തോത്രം. ആ ക്രൂശിനകത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നോ? ഇതേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെയാ യോഹന്നാനും ക്രൂശും തമ്മിൽ ഇത്രയും ചടങ്ങ് പിടിച്ച ഇടപാട്? ഇതിനകത്തെ ചടങ്ങുള്ളൂ. സ്തോത്രം. നിങ്ങൾ പറ. ഞാൻ പറഞ്ഞ ജോക്കടിച്ച് പോവുകയല്ല. കർത്താവ് ആഹാരം കഴിച്ചിട്ട് 3-4 ദിവസമായി. ഉറക്കളപ്പ് വേറെ. പിലാത്തോസിന്റെ അരവന്റെ ഏറ്റ അടികൊണ്ട് ശരീരം മുറിയാത്തൊരൊറ്റ ഭാഗമില്ല. താങ്ങാൻ വയ്യാത്ത ക്രൂശും ചുമന്നുകൊണ്ടാ ഗോൽഗോഥ ലക്ഷ്യമാക്കി നടന്നത്.
മാനവജാതിയെ വീണ്ടെടുക്കാനുള്ള പ്രാണവേദനയിൽ കടന്ന് പൊളയുമ്പോഴും അമ്മയുടെ കാര്യം ശ്രദ്ധിച്ചു. മനസ്സിലാകുന്നുണ്ടോ? പ്രാണൻ വെടിയുന്നതിന് മുൻപേ ഞാൻ പോയാൽ അമ്മയുടെ സ്ഥിതി എന്താകും എന്നുള്ള ചിന്താഭാരത്താൽ ധൈര്യത്തോടെ ഉറച്ചിരുന്ന ഒരുത്തനെ വിളിച്ചേച്ച് പറയുക, യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഹർ. നോക്കിക്കോണം, ഞാൻ പോയാലും അമ്മ ഒന്നിനൊരു ബുദ്ധിമുട്ട് അനുഭവിക്കരുത്, ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. അമ്മയോട് പറഞ്ഞു സ്വന്തം മകനെ പോലെ കരുതിക്കോണം. സ്തോത്രം. ക്രൂശി കിടക്കുമ്പോഴും അമ്മയെ വിളിക്കാനും സമയമുണ്ടായിരുന്നു, അമ്മയുടെ കാര്യം ശ്രദ്ധിക്കാനും സമയമുണ്ടായിരുന്നു. ആ ക്രൂശിന്റെ കാര്യം പറഞ്ഞു നടക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവർക്കാണ് ഒട്ടും സമയമില്ലാത്തത്. നോ, ഞാൻ ഒരു കാര്യം പറയാം, മാതാപിതാക്കളെ സംരക്ഷിക്കുന്നു എന്നുള്ള കാരണത്താൽ ശുശ്രൂഷയ്ക്ക് അവസരം കിട്ടിയില്ലെങ്കിലും നോ പ്രോബ്ലം, നോ പ്രോബ്ലം. അവിടെ ശുശ്രൂഷ ഉദാസീനത ഒന്നും കാണുകയല്ല. മാതാപിതാക്കൾ കഴിച്ചിട്ടുള്ളൂ ശുശ്രൂഷ. അവരുടെ വാക്കിയെടുക്കും, എന്നെക്കാൾ അധികമായി അപ്പനെയോ അമ്മയെ സ്നേഹിക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നതല്ലോ. അത് ഈ വകുപ്പല്ല പറഞ്ഞു, അത് വേറെ, അതിന്റെ ക്ലോസ് വേറെയാ. സ്തോത്രം. നിനക്ക് ദീർഘായുസ് ഉണ്ടാകുന്ന ഈ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിക്കാനും നീ 4-5 ക്രൂസേഡ് പട്ടണത്തിൽ നടത്തണമെന്നല്ല പറഞ്ഞു. 1000 പേരെ സ്നാനപ്പെടുത്തി ആക്കണമെന്നും പറഞ്ഞില്ല. എന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ആദരിക്കുകയും ചെയ്യണം. സ്തോത്രം. അതിന്റെ കാരണം കർത്താവ് എപ്പോഴും ഫാമിലിക്ക് വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ആളാണ്. മനസ്സിലാകുന്നുണ്ടോ? കുടുംബം അതേപോലെ നമുക്ക് പിന്നെ പഠിക്കുന്ന ഒരു വിഷയം തന്നെയാണ് കുടുംബം, ക്രിസ്തീയ കുടുംബം എന്നുള്ള വിഷയം നമ്മൾ പഠിക്കണം. കാരണം ഏതായാലും സഭയിലൊന്നും പറയാൻ പഠിപ്പിക്കാൻ ചെയ്യരുതെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. നമുക്കത് പഠിപ്പിക്കാനല്ലോ നേരം. കാരണം എന്തെല്ലാം കാര്യം നമുക്ക് ഇഷ്ടം പോലെ അഴിക്കാൻ കിടപ്പില്ലേ. അപ്പൊ പിന്നെ ഇതൊന്നും ഈ കുടുംബം എന്താണെന്നൊന്നും പറയാൻ പഠിപ്പിക്കുകയും ചെയ്യാൻ നമ്മുടെ സഭകളൊന്നും നടക്കുന്ന കാര്യമല്ല. വരുന്നവരും അഴിച്ചേച്ച് പോവുള്ളൂ. നമ്മളാണെ അഴിയാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയും പിന്നെ ഇപ്പൊ രണ്ടും കൂടെ ആ പോത്ത്. സ്തോത്രം. ഒരു കുടുംബ പ്രാർത്ഥന നടത്തിയിട്ട് ഒരുമിച്ചിരുന്നൊരു ആഹാരം കഴിച്ചിട്ട് നാളെ എത്രയായി? എല്ലാവരും സെൽഫ് സെന്റേഡ് ആയില്ലേ? ഡോണ്ട് ഡു ദാറ്റ്. കുവൈറ്റിലൊക്കെ ഇരിക്കുന്നവരും റാസൽ കൈമേൽ ഇരിക്കുന്നവരും നാം നേരെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കില്ലെന്ന് എനിക്കറിയാം. ഓക്കെ, അതൊക്കെ നാട്ടിൽ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് കഴിക്കാമല്ലോ. എറണാകുളത്ത് ഉണ്ടല്ലോ ഹോട്ടലൊക്കെ. ഞാൻ അതിനൊന്നും എതിര് പറഞ്ഞതല്ല, ഇതെല്ലാം ഇതിനകത്തുണ്ടെന്നേ. സ്തോത്രം. അപ്പൊ എല്ലാം നടക്കണം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ? നിസ്സാരമായിട്ട് കാണരുത്. കൂട്ടായ്മ, ബന്ധം, ഇത് സഭയെ മാത്രമല്ല കുടുംബത്തും ആ ഫെലോഷിപ്പ് നമുക്ക് ഉണ്ടാകണം. അതാണ് ആ കൾച്ചർ. നമ്മൾ കളയരുത്. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും ഒരുമിച്ചിരുന്ന് എന്താ പറയാ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരനുഭവം വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്കറിയാമോ, 25,000 രൂപയുടെ ഗുളിക വാങ്ങിക്കുന്നതിനേക്കാൾ സന്തോഷമുണ്ടാകുന്നൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഇന്ന് അപ്പന്റെ അമ്മയുടെ അരിക്കൊന്ന് ഇരുന്നേ, അവരുടെ കാലം ചോദിച്ചൊന്ന് അറിഞ്ഞ് അവരുടെ കയ്യിലേക്ക് ഒന്ന് തിരുമ്പി കൊടുത്ത് ആ കാലിലേക്ക് ഒന്ന് തലോടി ഒരു 1/4 മണിക്കൂർ ഇരിക്കാവോ? എപ്പോ അവരുടെ ഷുഗർ നോർമലായി ചോദിച്ചാൽ മതി. വെരിക്കോസ് വെയിൻ വരെ പ്രോപ്പറായിട്ട് വർക്കൗട്ടാണ്. സ്തോത്രം. മനസ്സിലാകുന്നോ? യോഹന്നാനും ക്രൂശും കൂടെ പറഞ്ഞിട്ട് വന്നിട്ടാ പുള്ളി എതിരെല്ലാം പോയെന്നെ. ഞാൻ എങ്ങും പോയില്ല, ക്രൂശിന്റെ ചോട്ടിൽ തന്നെ നിന്നുകൊണ്ട് ഇതെല്ലാം പറയും. സമയമൊന്നും ആയിട്ടില്ല, ക്ലാസ് തുടങ്ങി 20 മിനിറ്റ് ആയതേ ഉള്ളൂ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ, തെരുതെരെ വാച്ച നോക്കാതെ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? കാരണം പറയാം. ഞാൻ യോഹന്നാൻ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എനിക്ക് അന്നേരം കുറെ കൂടെ വിസ്തരിക്കണം. അതെനിക്ക് കുറെ വിസ്തരിക്കാനുണ്ട്. നിങ്ങൾ ദയവായിട്ട് വന്നാൽ മതി. ഗലീലയിലെ കാനാവിൽ കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണ വീട്ടിലെ കാര്യം പറയുമ്പോൾ കുറെ കാര്യം പറയാനുണ്ട്. പിന്നെ നമുക്ക് മാതൃകയാക്കേണ്ട കുറെ കാര്യം. വഴക്ക് പറയാനായിട്ടോ
ബഹളം വെക്കാനായിട്ടൊന്നുമല്ല. പുസ്തകമായിട്ട് യോജിക്കുന്നതാണെങ്കിൽ ഞാൻ എന്തെല്ലാം കാര്യം പറഞ്ഞാലും വചനമായി യോജിക്കുന്നതാണെങ്കിൽ മാത്രം ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ യു ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്, വിട്ടുകളയുക. പുള്ളി പലതും പറയും, അതൊന്നും നമുക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ. നല്ലത് മാത്രം എടുത്താൽ മതി, ബാക്കിയെല്ലാം വിട്ടുതരും. സ്വോത്രം. കാരണം ഞാൻ എപ്പോഴും പറയും, സ്റ്റേജ് പെർഫോമൻസിനല്ല എന്റെ ഇമ്പോർട്ടൻസ്, ജീവിതത്തിന്. മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് അത് തന്നെ നോക്കുന്നത്. നമ്മുടെ ലൈഫാണ് വിഷയം. അത് വചനപ്രകാരമായിരിക്കണം, വചനം എന്ന തോതനുസരിച്ചായിരിക്കണം. അത്രയേ ഉള്ളൂ. ഞാൻ മടങ്ങി വരുന്നു. അപ്പോൾ മറിയെ ടേക്ക് കെയർ ചെയ്യാൻ യോഹന്നാനെ ഏൽപ്പിക്കുക. മറിയ എന്ന വ്യക്തി ഒരു ചെറിയ ആളല്ല. ദയവായി നിങ്ങൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സുവിശേഷം സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ പുതിയ നിയമം കൈകാര്യം ചെയ്യുമ്പോഴോ ഒരു കാരണവശാലും മറിയ എന്ന ശ്രേഷ്ഠയായ സ്ത്രീയെ ഇടിച്ചു താഴ്ത്തിയോ അവമതി ഉളവാക്കുന്ന നിലയിലോ ഒരു ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടോ ഒരിക്കലും അവതരിപ്പിക്കാൻ പാടില്ല. ദൈവമാതാവായിട്ടും അവതരിപ്പിക്കേണ്ട. നമ്മൾ മറ്റ് അപ്പോസ്തലന്മാരെ കാണുന്നത് പോലെ, പൗലോസിനെ കാണുന്നത് പോലെ, തിമോഥെയോസിനെ കാണുന്നത് പോലെ, അവരെയൊക്കെ നമ്മൾ ഏത് സ്ഥാനത്ത് കാണുന്നു? അതേ ഒരു നിലവാരത്തിൽ തന്നെ 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭ സ്പ്ലിറ്റായി പോകാതെ ഒന്നിച്ച് നിർത്തുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിയുടെ പേരാണ് മറിയ. മനസ്സിലാകുന്നുണ്ടോ? പഠിച്ചു നോക്കണം. സ്തോത്രം. ഇതാ ഞാൻ പറഞ്ഞത്, ശിഷ്യന്മാർക്ക് പോലും 30 വയസ്സിന് ശേഷമുള്ള 3.5 വർഷത്തെ ചരിത്രമേ കർത്താവിനെ കുറിച്ച് അറിയൂ. ഉള്ളിലുരുവായ നിമിഷം മുതൽ മുഴുവൻ കർത്താവിന്റെ ഓരോ ചലനവും കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തി മറിയ മാത്രമാണ്. സ്തോത്രം. ഓരോ ചലനവും സസൂക്ഷ്മം വീക്ഷിച്ച ഏക വ്യക്തി മറിയാണ്. പോട്ടെ, ഞാൻ മറിയുടെ ഒരുപാട് ശ്രദ്ധ പറഞ്ഞങ്ങോ മറ്റൊന്നിനെ കൊണ്ടുപോകാനായിട്ടല്ല. കർത്താവ് ആ കാര്യം ശ്രദ്ധിച്ചെന്നുള്ളതും അധികം ശ്രദ്ധ ആ വിഷയത്തിൽ കൊടുത്തു എന്നുള്ളതും. കാരണം പറയാൻ വേറൊരു കാര്യങ്ങളുണ്ട്. തന്റെ സഹോദരങ്ങൾ പലരും കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെടും, ശിഷ്യന്മാരും പലരും കൊല്ലപ്പെടും, മറിയയും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. മനസ്സിലാകുന്നോ? ഞാൻ ഈ പറയുന്ന ഭാഗത്തേക്ക് നിങ്ങളുടെ ചിന്തകൾ പോകുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിന്റെ ഗൗരവം പിടികിട്ടു. മറിയയും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. കർത്താവിന്റെ സഹോദരന്മാരായ യാക്കോബും യൂദയും ഒക്കെ കൊല്ലപ്പെട്ടു താമസിയാതെ. അത് കർത്താവിന് അറിയാമായിരുന്നു ഞാൻ സംഭവിക്കുമെന്ന്. മറിയയും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു നല്ല പ്രൊട്ടക്ഷൻ കിട്ടാൻ ഈ ജലസ് ആയിട്ടുള്ള എരിവുകാരുടെ കൂട്ടത്തിൽ അതേ കാറ്റഗറി നിൽക്കുന്ന ഒരാളുടെ പക്കൽ ഏൽപ്പിച്ചാലും ഒക്കുകൊള്ളുന്ന കർത്താവിനും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നല്ല ഉശിരോടെ നിൽക്കുന്ന യോഹന്നാന്റെ പക്കൽ ഓടാനും ചാടാനും എന്തിനു റെഡിയായി നിൽക്കുന്ന യോഹന്നാൻ ചുമ്മാതാണോ ഉയർത്തെഴുന്നേറ്റ് അറിഞ്ഞപ്പോൾ മറ്റേ ശിഷ്യൻ ആദ്യം ഓടി കല്ലറക്കെ ചെന്ന് പറഞ്ഞില്ലേ യോഹന്നാനെ കുറിച്ച്. ബാക്കിയുള്ളതെല്ലാം നടന്നൊക്കെ വന്നപ്പോഴത്തേക്കിനും ചെറുപ്പക്കാരനായ യോഹന്നാൻ അങ്ങ് കല്ലറ ചെന്ന് കഴിഞ്ഞു. ചില്ലർ ഓട്ടമല്ല ഓടിയത്, PT ഉഷ ഓടുന്നതിനേക്കാൾ സ്പീഡിൽ ഓടി. അത്ര ചോരത്തിളപ്പുള്ള പ്രായത്തിലാണ് യോഹന്നാൻ നിൽക്കുന്നത്. സ്തോത്രം. ഞാൻ അവരോട് നീങ്ങുന്നു. അപ്പോൾ മറിയെക്കുറിച്ചുള്ള ഈ ചിന്ത നിങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ 3-4 നൂറ്റാണ്ടിൽ ദൈവസഭയുടെ വളർച്ച മുന്നോട്ട് പോകുമ്പോൾ ദൈവസഭയ്ക്ക് ഒട്ടനവധി പീഡകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സന്ദർഭത്തിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം എഫെസോസ് ആണ്. എഫെസോസ് സഭ സ്ഥാപിക്കുന്നത് പൗലോസാണ്, സംശയമൊന്നുമില്ല. എന്നാൽ പൗലോസ് പിന്നീട് അവിടുന്ന് പോയപ്പോൾ തിമോഥെയോസിനെയാണ് അവിടെ ശുശ്രൂഷയ്ക്ക് ആക്കിയിട്ട് പൗലോസ് പോകുന്നത്. എവിടെയാണ് സ്ഥലം? എഫെസോസ്. എന്നാൽ എഫെസോസിൽ വലിയൊരു പ്രശ്നം. പൗലോസ് അവിടുന്ന് പോയി, പകരം തിമോഥെയോസാണ് ഇപ്പൊ അവിടെ ശുശ്രൂഷ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സഭ ശക്തമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഗ്രീക്ക് ഫിലോസഫേഴ്സ്
എഫെസോസിൽ ദൈവസഭയ്ക്കകത്ത് കയറിക്കൂടി. അന്ന് വരെ പൗലോസോ മറ്റാരും പഠിപ്പിക്കാത്ത പുതിയ ഉപദേശങ്ങളുമായി ഗ്രീക്ക് ഫിലോസഫേഴ്സ് അകത്ത് കയറി. അവര് വന്ന് ഇന്നുവരെ അപ്പോസ്തലന്മാർ പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്യാത്ത മറ്റൊരു സുവിശേഷം, മറ്റൊരു ക്രിസ്തുവിനെയൊക്കെ അവർ അവതരിപ്പിക്കാൻ തുടങ്ങി. യേശു ക്രിസ്തു സകലം സൃഷ്ടിച്ച ദൈവമല്ലെന്നും താനൊരു ഡെമി ഗോഡ് മാത്രമാണെന്നും, എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണ മനുഷ്യനാണ്, അല്പം ദൈവത്വം ഉള്ളിലുണ്ടെന്ന് മാത്രം. അത്രയേ ഉള്ളൂ. അല്ലാതെ യേശു ക്രിസ്തു പൂർണ്ണ ദൈവമൊന്നും അല്ല. കാരണം ഗാഡ് ഈസ് സ്പിരിറ്റ്, ദൈവാത്മാവാണല്ലോ. ആത്മാവിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. ഒരു മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് സ്പിരിറ്റിന് ഇല്ല എന്നൊക്കെ ഉള്ള ചിന്താഗതിയും പഠിപ്പിക്കുന്നു. അതിനാണ് ഡോസൈറ്റിസം എന്ന് പറയുക. വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ട ഭാഗത്തേക്ക് ഞാൻ വരിക. അങ്ങനെ എല്ലാം കൊണ്ടും എഫെസോസിലെ സഭ വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ തിമോഥെയോസ് പയ്യനാ, ചെറുപ്പക്കാരനാ. തിമോഥെയോസിനെ കൊണ്ട് അവിടെ ഉരുത്തിരിഞ്ഞു വന്ന വേദശാസ്ത്രപരമായ പല കാര്യങ്ങൾക്കും മറുപടി കൊടുക്കുന്നതിനോ അങ്ങനെ യഥാസ്ഥാനപ്പെടുത്തുന്നതിനോ തിമോഥെയോസിന് കഴിയാതെ വന്നപ്പോൾ, അപ്പോഴേക്കും യോഹന്നാൻ പക്വതയുള്ള പ്രായമുള്ള ഒരാളായി മാറിക്കഴിഞ്ഞു. യോഹന്നാനെയാണ് പകരം എഫെസോസിന്റെ സഭയുടെ ചുമതല കൊടുത്തു വിടുന്നത്. പിന്നെ തന്റെ ഏതാണ്ട് അന്ത്യം വരെയുള്ള സമയത്തും യോഹന്നാൻ തന്നെയായിരുന്നു എഫെസോസ് സഭയുടെ ചുമതല. നിങ്ങൾ മനസ്സിലാക്കണം, യോഹന്നാൻ പത്മോസിലായിരുന്നു. പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ടല്ലോ. ഏകദേശം AD 100 ആയപ്പോഴത്തേക്കിനും നാട് കടത്തപ്പെട്ട പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ട ഒറ്റ കുഞ്ഞുങ്ങളും തിരികെ വന്നിട്ടില്ല. എല്ലാവരും അവിടെ തീർന്നിട്ടേ ഉള്ളൂ. യോഹന്നാൻ മടങ്ങി വന്നു എന്ന് മാത്രമല്ല, മടങ്ങി വന്ന യോഹന്നാനെയാണ് എഫെസോസ് സഭയുടെ ചുമതല ഏൽപ്പിച്ച് വിട്ടത്. പിന്നീട് തന്റെ അന്ത്യം വരെയും യോഹന്നാൻ എഫെസോസ് സഭയുടെ ചുമതല ഏറ്റെടുത്ത് അതിന്റെ ബിഷപ്പായി എഫെസോസ് സഭയിൽ ദേശങ്ങളിൽ ദൈവജനം പ്രസംഗിക്കുകയും സഭകളെ ഉറപ്പിക്കുകയും ഓരെങ്കിൽ വചനം പഠിപ്പിക്കുകയും ശിഷ്യന്മാരെ രൂപപ്പെടുത്തുകയും വന്ന സകല ദുരുപദേശങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് ദൈവസഭയെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുവാൻ യോഹന്നാൻ ഇത് ഉപയോഗിച്ചു എന്നുള്ളതും നാം മറന്നു പോകരുത്. സമയം ഇന്നിവിടെ അവസാനിക്കുന്നത് കൊണ്ട് അത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം വിധിച്ചാൽ വെള്ളിയാഴ്ച ഇതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാം. കേട്ട വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നു എന്ന് കണക്കാക്കുന്നു. ഭാഗങ്ങളൊന്നും ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല. മുന്നോട്ട് ചില കാരണോട് പറയുമ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞതിനകത്ത് ഗ്യാപ്പുള്ള ഭാഗം അപ്പോൾ അത് ഫില്ല് ചെയ്ത് വരും എന്നുള്ള ഉറപ്പോടുകൂടെ ഇന്നത്തെ ക്ലാസ്സിനോട് അവസാനിപ്പിക്കുന്നു. ദൈവമായി കർത്താവ് എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകും.